ഹായ് ഓൾ, പെരുമ്പാവൂർ ജിടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ കുറിച്ചിട്ടാണ്. അതിനുവേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് പെരുമ്പാവൂർ ജിടെക്കിലെ സോഫ്റ്റ്വെയർ ആൻഡ് ഡാറ്റ അനാലിസിസ് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റിയായ മിസ്സിസ് കാർത്തിക NR ആണ്. മാം, നിലവിൽ ഡാറ്റ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകൾ ഏതൊക്കെയാണ്? ഇന്ന് നാട്ടിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് ഡേറ്റ അനാലിസിസ്. ഡേറ്റ അനാലിസിസിലൂടെ ബിസിനസ്സിൽ ഇന്റലിജന്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് കമ്പനികൾക്ക് സാധിക്കുന്നു. ഇതിനുവേണ്ടി മൈക്രോസോഫ്റ്റ് എക്സൽ, പവർ BI, ടാബ്ലോ തുടങ്ങിയ സോഫ്റ്റ്വെയർസും പൈത്തൺ, ആർ മുതലായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഉപയോഗിക്കുന്നു. എക്സൽ എന്നത് ഒരു ട്രഡീഷണൽ ടൂൾ ആണല്ലോ. അപ്പോൾ ഈ പവർ BI, ടാബ്ലോ പോലുള്ള സോഫ്റ്റ്വെയർസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് എക്സൽ ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് എക്സൽ ഒരു ട്രഡീഷണൽ ടൂൾ ആണെങ്കിലും പ്രൊഫഷണൽസ് ഇപ്പോഴും ഡേറ്റ അനാലിസിസിന് എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്. സ്മോൾ ആൻഡ് മീഡിയം ഡേറ്റ സെറ്റ്സ് എക്സലിലൂടെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു. എക്സലിലെ ഫോർമുലാസ്, ഫംഗ്ഷൻസ്, പിവോട്ട് ടേബിൾ, ചാർട്ട്സ്, ഡാഷ്ബോർഡ്സ്, മാക്രോസ്, കണ്ടീഷൻ ഫോർമാറ്റിംഗ് തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി ഡേറ്റയിൽ നിന്നും ബേസിക് ഇൻസൈറ്റ്സ് തയ്യാറാക്കാം. ഡേറ്റ ക്ലീനിങ്, സോർട്ടിങ്, ഫിൽട്ടറിംഗ് എന്നിവ വളരെ കൃത്യതയോടുകൂടി പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഡേറ്റ അനലിസ്റ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, ബിസിനസ് അനലിസ്റ്റ് തുടങ്ങിയ ഡെസിഗ്നേഷനിൽ ഉയർന്നൊരു കരിയർ എക്സലിലൂടെ തന്നെ ഉറപ്പാക്കാൻ സാധിക്കുന്നു. മൈക്രോസോഫ്റ്റിന്റെ തന്നെ പ്രൊഡക്ട്സ് ആണല്ലോ എക്സലും പവർ ബിയും. അപ്പോൾ ഈ എക്സലിനേക്കാളും പവർ ബിയിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണുള്ളത്? അതെ, മൈക്രോസോഫ്റ്റിന്റെ രണ്ട് സോഫ്റ്റ്വെയർസ് ആണ് എക്സലും പവർ BIയും. ഡേറ്റ അനാലിസിസിനോടൊപ്പം തന്നെ എക്സൽ ഓഫീസ് ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫൈനാൻസ്, HR, IT തുടങ്ങിയ മേഖലകളിൽ എക്സലിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്നാൽ പവർ BI തികച്ചും ഒരു ബിസിനസ് ഇന്റലിജന്റ് ടൂളാണ്. ഇതിൽ ലാർജ് ഡേറ്റ സെറ്റിനെ ഹാൻഡിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതൊരു ഗെയിം ചേഞ്ചർ കൂടിയാണ്. ഡേറ്റ മൈനിങ്, ക്ലീനിങ്, ഡേറ്റ മോഡലിംഗ്, ഡാക്സ് എന്നിവ ഉപയോഗിച്ച് ഏറ്റവും മികച്ച രീതിയിൽ റിപ്പോർട്ട്സ് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് റിപ്പോർട്ട്സ് തയ്യാറാക്കുന്നതിലൂടെ ഇത് കൊളാബറേറ്റീവായി വർക്ക് ചെയ്യുന്നവർക്ക് റിപ്പോർട്ട്സ് ഷെയർ ചെയ്യുന്നതിനും പവർ BIക്ക് സാധിക്കുന്നു. മാം, അപ്പോൾ ഈ റിപ്പോർട്ട് ഷെയറിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് പവർ BIയുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ വിഷ്വലൈസേഷൻ റിപ്പോർട്ടുകളാണ് തയ്യാറാക്കാൻ സാധിക്കുക. നമുക്കത് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അവ സിസ്റ്റത്തിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസേഷന്റെ ഇമെയിൽ ID വേണം. ആ ഇമെയിൽ IDയിൽ സൈൻ അപ്പ് ചെയ്യുന്നതിന് ശേഷമാണ് നമുക്കത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് കൊളാബറേറ്റീവായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ പബ്ലിക്കിൽ എംബഡ് ചെയ്യുന്നതിലൂടെ ഏതൊരാൾക്കും ഈ റിപ്പോർട്ട് ആക്സസിബിൾ ആകുന്നു. ഈവൻ മൊബൈൽ ഫോണിൽ പോലും റിപ്പോർട്ട്സ് കാണുന്നതിനും ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്ത് ഡേറ്റയുടെ ഇൻസൈറ്റ്സ് മനസ്സിലാക്കുന്നതിനും സാധിക്കുന്നു. പവർ BIക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളപ്പോൾ ടാബ്ലൂവിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായും, ടാബ്ലോ എന്നത് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻ ടൂളാണ്. വിഷ്വലൈസേഷനിൽ പവർ BIയേക്കാളും പവർഫുൾ ആണ് ടാബ്ലോ. ഇതിൽ നിരവധി ഡേറ്റ സോഴ്സുകളെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇന്റർഫേസിലൂടെ വിഷ്വൽസ് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അഡ്വാൻസ്ഡ് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, ഡൈനാമിക് ഫിൽറ്ററിംഗ്, LOD എക്സ്പ്രഷൻസ് ഇവയെല്ലാം ടാബ്ലോവിൻ്റെ ഫീച്ചേഴ്സാണ്. മൈക്രോസോഫ്റ്റ് ടൂൾസിൻ്റെ ഇൻ്റഗ്രേഷൻ ഇല്ലെങ്കിലും ഇതിൽ ഡിസൈനിങ്ങിലും വിഷ്വൽ ക്വാളിറ്റിയിലും ടാബ്ലോ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഈ പവർ BI, ടാബ്ലോ ഇവയിലെല്ലാം ലാർജ് ഡാറ്റ സെറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡാറ്റാസ് ഒക്കെ എവിടെ നിന്നാണ് നമുക്ക് അവൈലബിൾ ആവുക? സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യുന്നതിന് സാമ്പിൾ ഡാഷ്ബോർഡുകൾ നമുക്ക് വെബിൽ നിന്നും കളക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, GitHubൽ നിന്നും നമുക്ക് ഡേറ്റ അനാലിസിസ് വർക്കുകൾ കിട്ടും. അതൊക്കെ മോഡലായിട്ട് എടുത്ത് സ്റ്റുഡൻസിന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്വയം വർക്കൗട്ട് ചെയ്യുന്നതിന് കാഗിൾ പോലുള്ള വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്ത് അതിൽ നിന്നും ഡേറ്റാസ് ഡൗൺലോഡ് ചെയ്ത് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം. എക്സൽ, പവർ BI, ടാബ്ലോ തുടങ്ങിയ സോഫ്റ്റ്വെയർ ടൂളുകൾ പോലെ ഡാറ്റ അനാലിസിസിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും, അതായത് പൈത്തൺ, ആർ മുതലായവ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോഫ്റ്റ്വെയർ ടൂൾസിലൂടെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. അതിലൂടെ എളുപ്പത്തിൽ വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പൈത്തൺ, ആർ മുതലായവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇതൊരു കമാൻഡ് ഇന്റർഫേസിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ കോഡ് ബേസ്ഡ് ആയതുകൊണ്ട് ടാസ്ക് ഓട്ടോമേഷൻ, ലാർജ് സ്കെയിൽ ഡേറ്റ പ്രോസസ്സിംഗ്, അഡ്വാൻസ്ഡ് അനാലിസിസ് എന്നിവ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. പൈത്തന് നിരവധി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഡേറ്റ അനാലിസിസ്. എന്നാൽ ആർ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൈത്തണിൽ പാൻഡാസ്, നംപൈ, മാറ്റ്പ്ലോട്ട്ലിബ്, സീബോൺ തുടങ്ങിയ പാക്കേജസിലൂടെ ഡേറ്റ അനാലിസിസ് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ആർ പ്രോഗ്രാമിങ്ങിലും നിരവധി പാക്കേജസ് ഉണ്ട്. പൈത്തനും ആറും ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഡാറ്റ അനാലിസിസ് എന്ന കരിയർ ആഗ്രഹിക്കുന്നവർക്ക് പെരുമ്പാവൂർ ജിടെക്കിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇവിടെ പെരുമ്പാവൂർ ജിടെക്കിൽ എക്സൽ, പവർ BI, ടാബ്ലോ തുടങ്ങിയ സോഫ്റ്റ്വെയർസിലും പൈത്തൺ, ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ട്രെയിനിങ് നൽകുന്നുണ്ട്.
വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വളരെ വേഗത്തിൽ ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. പവർ ബി ഐ ഡെസ്ക്ടോപ്പിനോടൊപ്പം തന്നെ സർവീസിലും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 70+ എക്സ്പേർട്സിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ പെരുമ്പാവൂർ ജിടെക്കിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് പെരുമ്പാവൂർ ജിടെക് ഫോളോ ചെയ്യുക. ഇറ്റ്സ് മീ അൻസ സൈനിങ് ഓഫ്.